കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഗംഗയുടെ മുമ്പിലുള്ള പ്രതിസന്ധി ഞാൻ മനസ്സിലാക്കുന്നു. ഗിരിയുടെ വീട്ടിലേക്ക് വീണ്ടും പോയിട്ട് പ്രയോജനമില്ല. അവരിപ്പോഴത്തെ ചുറ്റുപാടിൽ നിലപാട് മാറ്റാൻ സാധ്യതയില്ല. വീണ്ടും അപമാനം താങ്ങാന്ന് വെച്ചാൽ അത് വേണ്ട. തനിച്ചി നഗരത്തിൽ ഒരു പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. പല വഴിക്കും ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഉപായം തോന്നി. ഗംഗയുടെ സ്വന്തം വീട്. അതെ, അവിടേക്ക് തന്നെ ഗംഗ പോകുന്നതാ ഇപ്പൊ ഉചിതം. പക്ഷേ ഇല്ല സോളമ, അത് ശരിയാവില്ല. പ്രശ്നങ്ങളും പ്രതിഷേധമൊക്കെ ഉണ്ടാവും, അതെനിക്കറിയാം. ആദ്യം കാണുമ്പോ ചിലപ്പോ തല്ലിയെന്ന് വരും, അകത്തേക്ക് കയറ്റിയില്ലെന്നിരിക്കും. പക്ഷേ തൻ്റെ അച്ഛനും അമ്മയുമാ അവിടെ ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ദേഷ്യം അടങ്ങും, കോപം വിഷമത്തിന് വഴിമാറും. എന്നാലും എനിക്ക് വീട്ടിലേക്ക് മടങ്ങാൻ വയ്യ സോളമ. പിന്നെ എന്ത് ചെയ്യും? അനിശ്ചിതത്വത്തിൽ എത്ര സമയം കഴിച്ചുകൂട്ടും? ഞാനും വരാം ഗംഗയുടെ കൂടെ വീട്ടിലേക്ക്. വരാം, അച്ഛനോട് സംസാരിക്കാം. റിസ്ക് ആയിരിക്കും, സാരമില്ല. ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിഷമഘട്ടത്തിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. ഞാനത് ചെയ്തുകൂടാ. അതിനിടയ്ക്ക് ഗിരി വിളിക്കുകയാണെങ്കിൽ എല്ലാം അവനോട് പറയാം. എന്താ അഭിപ്രായം എന്ന് ചോദിക്കാം. അവന്റെ നിർദ്ദേശം അനുസരിച്ച് തുടർന്നുള്ള കാര്യങ്ങളും ചെയ്യാം. അഥവാ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ നീങ്ങേണ്ടി വരും. നോക്കാം. മാധവേട്ടന് ചായ കൊടുത്തോ? 2 ദിവസമായി നേരത്തിന് ആഹാരം പോലും ഇല്ല. കല്യാണത്തിന്റെ ഓട്ടോ അല്ലേ? ആ, ഗംഗ അമ്പലത്തിൽ പോയിട്ട് വന്നില്ലേ? എവിടെ അവൾ? രുക്മിണി, ഗംഗയെ വിളിച്ചോ? അപ്പൂപ്പന്റെ അസ്ഥിത്തറ തൊഴുതിട്ട് വേണം ഒരുക്കം തുടങ്ങാൻ. ശോ, അത് പറയാൻ മറന്നു. ഗംഗയെ വിളിക്കേ. നീ എന്തിനാ മോളെ കരയുന്നത്? അനിയത്തിയുടെ കല്യാണം നടക്കുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് മനസ്സിലായി, പൈസയുടെ കാര്യല്ലേ. ഗംഗയുടെ കല്യാണം നടക്കുന്നു എന്ന് വെച്ച് അതിന് മുടക്കം വരില്ല. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് തരാനുള്ള 5 ലക്ഷം രൂപ അച്ഛൻ തരും. ഞാൻ പറയാം മാധവേട്ടനോട്, രമേശനോട് സംസാരിക്കാം. നിന്റെ കാര്യം കഴിഞ്ഞേ ഞങ്ങൾക്ക് മറ്റുള്ള കാര്യമുള്ളൂ. കരയാതെ മോളെ. മോളെ നിക്കവിടെ. രമേശനോട് ഞാൻ പറയാം.
ശാരദയേട്ടത്തി ഇതെങ്ങോട്ടാ? കണ്ടില്ലേ അവള് കരഞ്ഞിട്ട് പോയത്? സാരമില്ല, അവൾ ഇങ്ങ് വരും. അല്ല, രമേശിനോട് ഞാൻ സംസാരിക്കാം. അവൻ എവിടെ? അവരാരും ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ നോക്കട്ടെ. രുക്മിണി ഒന്ന് മാറിക്കേ. പിന്നെ സംസാരിക്കാം ആന്റി. ഗീതേച്ചി ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. അങ്ങനെ അവള് പറഞ്ഞില്ലല്ലോ. വരും ആന്റി, വാ നിനക്കുറപ്പുണ്ടോ? വാ ആന്റി, ഇവിടെ ഇരിക്കും. ശരി, വരുവോന്ന് നോക്കാലോ. അയ്യോ, മാധവേട്ടൻ ചായ കൊടുത്തോ? പിന്നെ സംസാരിക്കാം ആന്റി. ആന്റി ഇവിടെ ഇരിക്കും. ആ. രുക്മിണി, ഗംഗ വന്നു കാണൂ. അവളെ നോക്കാൻ പോയിട്ടുണ്ട്. അവള് വരുമ്പോ ഇങ്ങ് വിളിക്കണേ. ഓ, ഈ ഓട്ടോക്കാരന്മാരെ കൂലി കൊടുക്കുന്നതിന് ഭേദം ഒരു ഓട്ടോ വാങ്ങിച്ചിടുന്നതാ. ഗിരിയാലിയും ഗൾഫിൽ നിന്ന് കാശ് അയച്ചു തരട്ടെ. ഒരു ഓട്ടോ വാങ്ങിച്ചിരുന്ന ബാക്കിക്കാര്യം. അവിടെ ഇവിടെയൊക്കെ എന്തൊരു വേദന, വല്ലാതെ ഉമ്മരനെ പെരുമാറിക്കളഞ്ഞ്. ഈ വീട്ടിൽ ആരുമില്ലേ? എന്തൊരു വേദന. സുലോചന ചേച്ചി, ദേ ചേട്ടൻ വന്നു. ഒരു കണക്കിനിങ്ങ് വന്ന് പറ്റിന്ന് പറയാനെത്തി. എന്താ പവിത്രേട്ട താമസിച്ചത്? ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കാ ഞാൻ. അപ്പോഴാ അവള്. പോയിട്ട് കണ്ടോ പവിത്ര? കണ്ടില്ല, കൊണ്ടു. ചേട്ടൻ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഞാനായിട്ടുണ്ടാക്കിയില്ല, പക്ഷെ അടി നടന്നു. ഒന്ന് തെളിച്ചു പറ. മർദ്ദനമല്ലായിരുന്നു, ക്രൂരമർദ്ദനം. സന്ധിബന്ധങ്ങളൊക്കെ തകർന്നുപോയി. മൂലമറ്റത്തും പള്ളിവാസലിലും ഒക്കെ ചവിട്ട് കിട്ടായിരുന്നത് മഹാഭാഗ്യം. ആ സോളമനാണോ നിന്നെ തല്ലിയത്? അല്ല, നാട്ടുകാരെന്നും പറഞ്ഞ് 2-3 കടാഘടികന്മാർ. അമ്മച്ചി നിർബന്ധിച്ചിട്ടാ ജീവൻ തൃണവിൽ ഗണിച്ച് ഈ ദൗത്യം ഏറ്റെടുത്ത് ഞാൻ പോയത്. അതാണ് യഥാർത്ഥ ഒരു മരുമകന്റെ ഉത്തരവാദിത്വം. എന്നിട്ട് അടിയുണ്ടാക്കി എന്തിനാന്ന് പറ. ആ ചോദ്യം ചോദിച്ചാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ ചെല്ലുമ്പോ സോളമന്റെ വാടക വീട് അടച്ചിട്ടിരിക്കുക. എനിക്കത് കണ്ട് വേണമെങ്കിൽ തിരിച്ചു പോരാമായിരുന്നു. പക്ഷേ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കുന്നത് എന്നെ പോലുള്ളൊരു പുരുഷന് യോജിച്ചതേ അല്ല. ഞാൻ കാല് മുന്നോട്ട് തന്നെ വെച്ചു, വീടിനെ സമീപിച്ചു. ചുറ്റും ഒന്ന് പരിശോധന നടത്തിയപ്പോ ഓഹോ ഓഹോ എന്നൊരു ചുമ. എവിടെന്നാ? വീട്ടിനുള്ളിൽ നിന്ന് ഒരു പെൺ ചുമ കേട്ടതായിട്ട് എനിക്ക് തോന്നി. എങ്കിലും നിജസ്ഥിതി അറിയാമെന്ന് വിചാരിച്ച് ശബ്ദം കേട്ട മുറിയുടെ ജന്നൽ തുറക്കാനുള്ള ഒരു ശ്രമം നടത്തി. പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചു. അപ്പോഴാണ് ലവന്മാരുടെ ഒരു വരവ്. കള്ളനാണെന്നും പറഞ്ഞ് അവന്മാർ എന്നെ എടുത്തിട്ട് അങ്ങ് പെരുമാറി. എന്നിട്ട് പവിത്രം തല്ലും കൊണ്ടെങ്കിൽ പോന്നോ? ഞാനോ ഇമ്മിണി പുളിക്കും. അവന്മാരുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തി. അപ്പോഴേക്കും സോളമനെത്തി. അങ്ങനെയാ പ്രശ്നം സോൾവ് ആയത്. പക്ഷേ കൊള്ളേണ്ടത് കൊണ്ട് കഴിഞ്ഞിരുന്നു. വീട്ടിനുള്ളിൽ നിന്ന് ചുമ കേട്ടെന്ന് ചേട്ടന് വെറുതെ തോന്നിയതായിരിക്കും. ആള് വീട്ടിലുണ്ടെങ്കിൽ ആ ബഹളം കേട്ട് ഇറങ്ങി വരാതിരിക്കോ? എനിക്കും അതിൽ സംശയമില്ലാതല്ല. ഗംഗേച്ചി അവിടെ ഒന്നും കാണത്തില്ല.
അവിടെ ഒരു ഗംഗേച്ചി. അധികം ഒലിപ്പിക്കല്ലേ. ചുരുക്കി പറഞ്ഞ പവിത്രം പൈസ മുടക്കി പോയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. സുലോചനയുടെ അമ്മ അങ്ങനെ അങ്ങ് തള്ളി പറയല്ലേ. ഗംഗ അവിടെ ഉണ്ടോ എന്നൊരു സംശയത്തിലെത്തിയില്ലേ? ഞാൻ തന്നെ പോയി അങ്ങ് ഉറപ്പിക്കുന്നതാണ് നല്ലത്. എന്തിനാ? ബാക്കിയും കൂടെ വാങ്ങിച്ചോണ്ട് വരാനാണോ? വാശി പിടിപ്പിച്ചാൽ ഞാൻ ഈ രാത്രി തന്നെ പോയി സെർച്ച് ചെയ്യും. എടഞ്ഞാ പവിത്രൻ എലവൻകവിയാ, എലവൻകവി. എടയണ്ട. വേണ്ടെങ്കി വേണ്ട. ഗിരി വിളിച്ചിരുന്നു കേട്ടോ. വിളിച്ചോ? എന്നിട്ട്? ബോംബെ ചെന്നു, കുഴപ്പമൊന്നുമില്ല. നാളെ വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറും. ആണോ? അത്രയും വിവരം മാത്രം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞ നാളെ ഈ സമയത്ത് ഗിരിയാളിയൻ എവിടെയാ? ഈന്തപ്പനയുടെ നാട്ടിൽ. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ ഗംഗ എവിടെ പുറത്താലും നമുക്കൊന്നുമില്ല. വെളുക്കുമ്പോഴേക്കും അവൾ എന്തായാലും ബോംബെ ചെന്ന് അളിയന്റെ തോളി തൂങ്ങുകയല്ലോ. എന്തായാലും അവള് സോളമന്റെ വീട്ടിൽ താമസം തുടങ്ങിയെങ്കിൽ നമുക്കതത്ര നല്ലതല്ല. ആ, ഇന്നല്ലെങ്കിൽ നാളെ ദോഷമായിട്ട് തന്നെ വരും. കാരണം അത്രയ്ക്ക് വലിയ കൂട്ടുകാരാ ഗിരിയും സോളമനും. സോളമൻ പറഞ്ഞ അവൻ കേൾക്കും, ഗംഗ പറയുന്നതും സോളമൻ കേൾക്കും. അവളവിടെ ഉണ്ടെങ്കിൽ പുകച്ച് പുറത്തേ അടിക്കണം. അതിനുള്ള വഴി നോക്കിയേ പറ്റൂ. തനിച്ചി നഗരത്തിൽ ഒരു പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഗംഗയുടെ സ്വന്തം വീട്. അതെ, അവിടേക്ക് തന്നെ ഗംഗ പോകുന്നതാ ഇപ്പൊ ഉചിതം. വീട്ടിലേക്കൊരു മടക്കി യാത്ര. അയ്യ, അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ ഇതുവരെ ഗിരി വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? മൊബൈൽ ഫോൺ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയതോ? കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിയതാണ്. ഇല്ല, ഗിരി വിളിക്കില്ല. എനിക്ക് മുമ്പിൽ ഇനി അടഞ്ഞ വാതിലുകളേ ഉള്ളൂ. അപമാനം സഹിക്കുന്നതിൽ നല്ലത് ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. അതെ, അത് മാത്രമാണ് എന്റെ മുന്നിൽ അവശേഷിക്കുന്ന വഴി. എല്ലാവരും ഒടുവിൽ എത്തിച്ചേരുന്ന വഴി. നേരത്തെ റെയിൽ പാളത്തിലേക്കോ അതോ പുഴയിലേക്കോ? സഹായിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം. ഇന്ന് ഗംഗ എന്ത് അഭിപ്രായം കാണിച്ചാലും നാളെ അതിന് സമാധാനം പറയേണ്ടത് ഞാനാ. ജീവിതത്തിലുള്ള പ്രതീക്ഷകൾ നശിച്ചിട്ട്
താൻ ആത്മഹത്യ ചെയ്തു എന്നായിരിക്കില്ല ലോകം അറിയുന്നത്. മറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. എങ്ങനെ വ്യാഖ്യാനിച്ചാലും പ്രതി ഞാനായിരിക്കും. സോളമ, ഞാൻ ഇത് രക്ഷപ്പെടല, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. അങ്ങനെ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ അത് ഗംഗയുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാമായിരുന്നില്ലേ? എന്തിന് ബാക്കിയുള്ളവരെ കൂടി ചിത്രത്തിൽ ഉൾപ്പെടുത്തി? എന്താ ഗംഗ ഇത്? ഞാൻ ഗിരിയെ തേടിയാണ് വന്നത്. ഇത്രയായിട്ടും ഒന്നും വിവരം അറിയാൻ പോലും കഴിഞ്ഞില്ല. ഇനി ഗിരി വിളിക്കുമെന്ന് എന്നെ നിശ്ചയമില്ല. എങ്കിൽ പിന്നെ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നാളെ രാവിലെ അവൻ വിളിച്ചു നിൽക്കട്ടെ, ഞാൻ എന്തു പറയും? എന്റെ വീട്ടിൽ നിന്ന് ഗംഗ ആത്മഹത്യ ചെയ്തെന്നോ? എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെയുള്ളവരെല്ലാം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു കാര്യം ഗംഗ ആലോചിച്ചില്ല. സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ഗംഗയ്ക്ക് അവകാശം ഉണ്ടായിരിക്കും. കൂട്ടത്തിൽ മറ്റൊരു ജീവനെ കൂടി നുള്ളിയെടുക്കാൻ ആരനുവാദം തന്നു? മനസ്സിലായില്ലേ? താനിപ്പോ ഒരു ജീവൻ മാത്രമല്ല, മറ്റൊരു ജീവൻ തന്റെ ഉള്ളിൽ വളരുന്നുണ്ട്. ലോകം കാണും മുമ്പേ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഗംഗയ്ക്ക് എന്ത് അവകാശമുള്ളത്? സോളമ, ജീവിതത്തെ താൻ നേരിടണം. ഗിരി വരുന്നത് വരെ പിടിച്ചു നിൽക്കണം. ഇറങ്ങിപ്പോന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പോയേ പറ്റൂ. അച്ഛനും അമ്മയും ആദ്യം ദേഷ്യപ്പെടുമായിരിക്കും. രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചെന്നിരിക്കും. സഹിക്കണം. കാരണം അവർക്ക് അത്രമാത്രം അപമാനം വരുത്തി വെച്ചാണ് താൻ. പക്ഷേ അവരുടെ ദേഷ്യം ക്രമേണ മാറും. എത്രയൊക്കെ ആയാലും സ്വന്തം മകളെ അവർ ദാക്ഷിണ്യമില്ലാതെ ഉപേക്ഷിക്കില്ല. ഗംഗ ഒന്നോർക്കണം, ഇനിയുള്ള നാളുകളിൽ തനിക്ക് അഭയവും ഒപ്പം ശ്രദ്ധയും ആവശ്യമുണ്ട്. അത് സ്വന്തം വീട്ടിലെ പോലെ മറ്റെവിടെയും കിട്ടില്ല. നാളെ ഞാനും വരാമെന്ന് പറഞ്ഞില്ലേ? അച്ഛനോട് ഞാൻ സംസാരിക്കാം, എല്ലാം ശരിയാവും. ഗംഗ വാ. വരുന്നില്ലേ? ദൈവമേ, എനിക്ക് താമസമില്ല. ഇറങ്ങാറായില്ലേ? നേരത്തെ പോകുന്നത് നല്ലത്. സോളമൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വീട്ടിലെ അന്തരീക്ഷം എന്താണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ പടി കടക്കാൻ അമ്മ സമ്മതിക്കില്ല. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മയുടെ കാര്യത്തിൽ അത് നടപ്പില്ല. കടുത്ത നിലപാടിലാണെങ്കിൽ മടങ്ങി പോരേണ്ടി വരും. നേരത്തെ പുറപ്പെട്ട രാത്രിയാവും മുമ്പ് തിരിച്ചെത്താം. അമ്മയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോണോ? 2 ദിവസം കഴിയട്ടെ. 2 അല്ല 4 ദിവസം കഴിഞ്ഞാലും അമ്മയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. അതെന്താ? ഇവിടെ നിന്നുള്ള 2 ട്രെയിനുകൾ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ട്രാക്കിൽ എന്തോ പണി, നമ്മൾ പെട്ടുപോകും. അത് സാരമില്ല, ബസ്സിൽ പോവാം. ട്രെയിനില്ലാത്തത് കൊണ്ട് അത്രയും ആളും ബസ്സിൽ ഇടിച്ചു കയറും. ഭയങ്കര തിരക്കായിരിക്കും. വീട്ടിലേക്ക് പോകണമെന്നും അതും ഇന്ന് രാവിലെ തന്നെ വേണമെന്ന് തീരുമാനിച്ചതും സോളമനാ. എന്നിട്ടിപ്പോ ഒഴിഞ്ഞു മാറുന്നത് പോലെ തോന്നുന്നു. എന്തു പറ്റി? അല്ല, ഒഴിഞ്ഞു മാറിയതല്ല, മൊത്തത്തിൽ തടസ്സങ്ങൾ കണ്ടു. എന്തായാലും 2 ദിവസം കഴിഞ്ഞു പോവാം, അതാ നല്ലതെന്ന് തോന്നുന്നു. സോളമന്റെ പെട്ടെന്നുള്ള ഈ മനമാറ്റത്തിന് വേറെ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്ക് മനസ്സിലായി. എന്താ ഒളിക്കുന്നത്? കൂടെ വരാനുള്ള മടി കൊണ്ടാണോ? എന്നെ എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം.
നേരിട്ടല്ലേ പറ്റൂ. അതല്ല ഗംഗ, പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ പെരുമാറ്റം എന്തായാലും ഫേസ് ചെയ്യാൻ താൻ തീരുമാനിച്ചതാ. അതുപോലെ മറ്റൊരു കാര്യം ഫേസ് ചെയ്യാൻ ഗംഗ തയ്യാറാവണം. ഇതിലൊരു വാർത്തയുണ്ട്, നോക്ക്. Oh